ആകർഷണ നിയമം, ദ ലോ ഓഫ് അട്രാക്ഷൻ, വളരെ ശക്തമായൊരു ശക്തിയാണ്. പക്ഷേ ഇത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു. ചിലർ കരുതുന്നത് ഇതൊരു മന്ത്രവാദമാണെന്നാണ്. അവർ വെറുതെയിരുന്ന് അവർക്ക് ആവശ്യമുള്ളതിനെക്കുറിച്ച് സങ്കല്പിച്ചാൽ അത് അവരുടെ മടിയിലേക്ക് വീഴുമെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ ഇത് അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. ആകർഷണ നിയമം വെറും ആശംസകൾ നേരുന്ന ഒരു പരിപാടിയല്ല, അതൊരു പ്രക്രിയയാണ്. നിങ്ങളുടെ മനസ്സിനെയും ഊർജ്ജത്തെയും പ്രവൃത്തികളെയും നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നയിക്കാനുള്ള ഒരു വഴിയാണിത്. നിങ്ങളത് ശരിയായി ഉപയോഗിക്കാൻ പഠിക്കുമ്പോൾ അതെല്ലാം മാറ്റും. കാരണം സത്യമിതാണ്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എപ്പോഴും എന്തെങ്കിലുമൊന്ന് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ശീലങ്ങൾ, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഫലങ്ങളെ രൂപപ്പെടുത്തുന്നു. ചിലർ വിജയത്തെ ആകർഷിക്കുന്നു, മറ്റുള്ളവർ പ്രയാസങ്ങളെ ആകർഷിക്കുന്നു. ചിലർ അവസരങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മറ്റു ചിലർ തടസ്സങ്ങളിൽ തട്ടിവീഴുന്നു. ഇതിലെ വ്യത്യാസം ഭാഗ്യമല്ല, കഴിവല്ല, വിധിയുമല്ല. അത് നിങ്ങളുടെ ശ്രദ്ധയാണ്, ഫോക്കസ്. ജീവിതത്തിലെ എല്ലാം ഇതേ തത്വമാണ് പിന്തുടരുന്നത്. നിങ്ങൾ എന്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് വികസിക്കുന്നു. നിങ്ങൾ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങൾ അവസരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങൾ എല്ലായിടത്തും അവസരങ്ങൾ കാണാൻ തുടങ്ങും. നിങ്ങളുടെ പരിമിതികളിലാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ ജീവിതം ആ പരിമിതികളെ ശക്തിപ്പെടുത്തും. എന്നാൽ വ്യക്തതയോടെ, ഊർജ്ജത്തോടെ, നിശ്ചയദാർഢ്യത്തോടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും സങ്കല്പിക്കാത്ത രീതിയിൽ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ഒത്തുചേരാൻ തുടങ്ങും. പക്ഷേ ആകർഷണ നിയമം പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളും അത് പ്രവർത്തിപ്പിക്കുന്ന ആളുകളും തമ്മിൽ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. ഒരു കൂട്ടർ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമെന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്നു, മറുകൂട്ടർ ആ മാറ്റം സൃഷ്ടിക്കുന്നു. ഒരു കൂട്ടർ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഇത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തത്? മറുകൂട്ടർ ചോദിക്കുന്നു, അടുത്തതായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം ഇത് ചിന്തകളെക്കുറിച്ച് മാത്രമല്ല, ഇത് അഫർമേഷൻസ്, വിഷൻ ബോർഡുകളെക്കുറിച്ചോ മാത്രമല്ല. വിജയത്തിനാവശ്യമായ ശരിയായ ആന്തരികവും ബാഹ്യവുമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണിത്. ഇത് നിങ്ങളുടെ വിശ്വാസങ്ങളെ മാറ്റുന്നതിനെക്കുറിച്ചും വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചും നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യവുമായി യോജിപ്പിക്കുന്നതിനെക്കുറിച്ചുമാണ്. കാരണം ദിവസത്തിന്റെ അവസാനം ആകർഷണ നിയമം വസ്തുക്കളെ ആകർഷിക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ നിങ്ങൾ ആരായിത്തീരണമോ ആ വ്യക്തിത്വത്തെ ആകർഷിക്കുന്നതിനെക്കുറിച്ചാണ്. ഒരിക്കൽ നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടുകയില്ല. ഭാഗം 1. അവബോധം, അവെയർനെസ്, നിങ്ങളുടെ ചിന്തകളുടെ ശക്തി. ആകർഷണ നിയമത്തെക്കുറിച്ച് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അത് അവബോധത്തിൽ, അവെയർനെസ് നിന്നാണ് ആരംഭിക്കുന്നത് എന്നതാണ്. മിക്ക ആളുകളും തങ്ങൾ ചിന്തിക്കുന്ന ചിന്തകളെക്കുറിച്ചോ തങ്ങൾ വളർത്തിയെടുക്കുന്ന വികാരങ്ങളെക്കുറിച്ചോ തങ്ങൾ ഈ ലോകത്തേക്ക് നൽകുന്ന ഊർജ്ജത്തെക്കുറിച്ചോ അറിയാതെയാണ് ജീവിക്കുന്നത്. എന്നാൽ നിങ്ങൾ അറിഞ്ഞാലുമില്ലെങ്കിലും നിങ്ങളുടെ മനസ്സ് നിരന്തരം നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ഓരോ ചിന്തയ്ക്കും, നിങ്ങൾ മുറുകെ പിടിക്കുന്ന ഓരോ വിശ്വാസത്തിനും, നിങ്ങൾ ശക്തിപ്പെടുത്തുന്ന ഓരോ വികാരത്തിനും നിങ്ങൾ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന കാര്യങ്ങളിൽ ഒരു പങ്കുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ നല്ല മാനസികാവസ്ഥയിലായിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ കൂടുതൽ സംഭവിക്കുന്നതായി? നിങ്ങൾക്ക് ആത്മവിശ്വാസവും കഴിവും തോന്നുമ്പോൾ ആളുകൾ നിങ്ങളോട് വ്യത്യസ്തമായാണ് പ്രതികരിക്കുന്നത്. എന്നാൽ നിങ്ങൾ സമ്മർദ്ദത്തിലോ ആശങ്കയിലോ അല്ലെങ്കിൽ നിഷേധാത്മക ചിന്തയിലോ ആയിരിക്കുമ്പോൾ എല്ലാം നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് പോലെ തോന്നും. ഒരേ സാഹചര്യം തന്നെ നിങ്ങളുടെ മാനസികാവസ്ഥയനുസരിച്ച് പൂർണ്ണമായും വ്യത്യസ്തമായി അനുഭവപ്പെടാം. അതുകൊണ്ടാണ് ലോകം നിങ്ങൾക്ക് സംഭവിക്കുകയല്ല, മറിച്ച് ലോകം നിങ്ങളോട് പ്രതികരിക്കുകയാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആകർഷണ നിയമത്തിൽ പ്രാവീണ്യം നേടാനുള്ള ആദ്യപടി നിങ്ങൾ ഓരോ ദിവസവും എന്താണ് ചിന്തിക്കുന്നതെന്നും അനുഭവിക്കുന്നതെന്നും വിശ്വസിക്കുന്നതെന്നും ബോധവാനാകുക എന്നതാണ്. നിങ്ങളുടെ ചിന്തകൾ വിത്തുകൾ പോലെയാണ്. ഓരോ ചിന്തയും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ, സബ്കോൺഷ്യസ് മൈൻഡ്, എന്തെങ്കിലുമൊന്ന് നടുന്നു. എന്താണ് തെറ്റായി പോകുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ നിരന്തരം ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ സംശയത്തിന്റെയും പ്രയാസങ്ങളുടെയും നിരാശയുടെയും വിത്തുകളാണ് നടുന്നത്. എന്താണ് സാധ്യമാകുന്നത് എന്നതിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആത്മവിശ്വാസത്തിന്റെയും വളർച്ചയുടെയും വിജയത്തിന്റെയും വിത്തുകൾ നടുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, നിങ്ങൾ എന്താണ് നട്ടുവളർത്തുന്നത്? നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ചിന്തകളാൽ നിങ്ങൾ മനസ്സിനെ നിറയ്ക്കുകയാണോ, അതോ സംശയങ്ങളും പരിമിതികളും കൊണ്ട് നിറയ്ക്കുകയാണോ? കാരണം നിങ്ങൾ മനസ്സിന് എന്തു നൽകിയാലും അത് വികസിക്കും. മിക്ക ആളുകളും തിരിച്ചറിയാത്തൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഉപബോധ മനസ്സിന് എന്താണ് യഥാർത്ഥം, എന്താണ് സങ്കല്പം എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾ ആവർത്തിച്ച് വിജയം സങ്കല്പിച്ചാൽ അത് സാധ്യമാണെന്ന് നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കാൻ തുടങ്ങും. നിങ്ങൾ നിരന്തരം പരാജയത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതാണ് വരാൻ പോകുന്നതെന്ന് നിങ്ങളുടെ മനസ്സ് അനുമാനിക്കും. നിങ്ങൾ ഇതിനകം വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കുള്ള സ്ഥിരീകരണത്തിനായി നിങ്ങളുടെ തലച്ചോർ എപ്പോഴും തിരച്ചിൽ നടത്തും. ഒരിക്കൽ നിങ്ങളത് മനസ്സിലാക്കിയാൽ എന്തുകൊണ്ടാണ് പലരും ഒരേ അവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അവർ അവരോട് തന്നെ പറയുന്നു, ഞാൻ ഭാഗ്യമില്ലാത്തവനാണ്. അവർ അവരോട് തന്നെ പറയുന്നു, എനിക്കതിനുള്ള കഴിവില്ല. അവർ അവരോട് തന്നെ പറയുന്നു, വിജയം മറ്റുള്ളവർക്കുള്ളതാണ്.
അപ്പോൾ അവരുടെ തലച്ചോറ് അത് ശരിയാണെന്ന് തെളിയിക്കാൻ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. എന്നാൽ വിജയിച്ച ആളുകൾ വ്യത്യസ്തമായ ഒന്നാണ് ചെയ്യുന്നത്. അവർ തങ്ങളുടെ മനസ്സിനെ അവർക്കുവേണ്ടി പ്രവർത്തിക്കാൻ പരിശീലിപ്പിക്കുന്നു, അവർക്ക് എതിരായിട്ടല്ല. തങ്ങളെ സേവിക്കാത്ത ചിന്തകളെ മാറ്റിസ്ഥാപിച്ചുകൊണ്ടാണ് അവർ തുടങ്ങുന്നത്. എനിക്ക് കഴിവില്ല എന്ന് പറയുന്നതിനു പകരം അവർ പറയുന്നു, ഞാൻ പഠിക്കുകയാണ്, ഞാൻ മെച്ചപ്പെടുകയാണ്, എനിക്ക് കഴിവുണ്ട്. എനിക്ക് ഒരിക്കലും അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പറയുന്നതിനു പകരം അവർ പറയുന്നു, അവസരങ്ങൾ എല്ലായിടത്തുമുണ്ട്, ഞാൻ അവ വ്യക്തമായി കാണുന്നു. ഇത് വെറും പോസിറ്റീവ് ചിന്തയല്ല, ഇത് നിങ്ങളുടെ തലച്ചോറിനെ റീവയർ ചെയ്യലാണ്. ശാസ്ത്രവും ഇത് ശരിവയ്ക്കുന്നു. ന്യൂറോസയൻസ് തെളിയിച്ചിട്ടുള്ളത് തലച്ചോറിന് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും, പ്ലാസ്റ്റിസിറ്റി എന്നാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ചിന്തകൾ നിങ്ങളുടെ തലച്ചോറിൽ പുതിയ പാത്വേ സൃഷ്ടിക്കുന്നു. നിങ്ങൾ ആ ചിന്തകളെ എത്രത്തോളം ശക്തിപ്പെടുത്തുന്നുവോ അത്രയും ശക്തമാകും ആ പാതകൾ. ഇതുകൊണ്ടാണ് നെഗറ്റീവ് ആളുകൾ നെഗറ്റീവായി തുടരുന്നത്. ഇതുകൊണ്ടാണ് ആത്മവിശ്വാസമുള്ള ആളുകൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വിജയത്തെ പ്രതീക്ഷിക്കാൻ തങ്ങളുടെ തലച്ചോറിനെ പരിശീലിപ്പിച്ചു. അപ്പോൾ നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കാൻ നിങ്ങൾ എങ്ങനെ തുടങ്ങും? വിജയത്തിനായി നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ പുനഃക്രമീകരിക്കും? റീപ്രോഗ്രാം. ആദ്യപടി, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അതീവ ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന രീതി ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്തുകയാണോ അതോ താഴ്ത്തിക്കെട്ടുകയാണോ? കാര്യങ്ങൾ ശരിയാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അതോ ഏറ്റവും മോശമായത് സംഭവിക്കുമെന്ന് കരുതുന്നുണ്ടോ? കാരണം നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ നിയന്ത്രിക്കും. നിങ്ങളുടെ നെഗറ്റീവ് ചിന്താരീതികളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം അവയെ മാറ്റിസ്ഥാപിക്കുക എന്നതാണ്. ഇവിടെയാണ് അഫർമേഷൻസ് വരുന്നത്. വെറും ആഗ്രഹങ്ങളായിട്ടല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിനെ പുനഃക്രമീകരിക്കാനുള്ള ഒരു ഉപകരണമായി. പക്ഷേ പ്രധാന കാര്യം ഇതാണ്, നിങ്ങൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ സമ്പന്നനാണ് എന്ന് നിങ്ങൾ പറയുകയും എന്നാൽ ആഴത്തിൽ നിങ്ങളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് നിരസിക്കും. എന്നാൽ സമ്പത്ത് സൃഷ്ടിക്കുന്നതെങ്ങനെയെന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓരോ ദിവസവും ഞാൻ സാമ്പത്തികമായി കൂടുതൽ സുരക്ഷിതനായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനത് സ്വീകരിക്കാൻ കഴിയും. നിങ്ങൾക്ക് യഥാർത്ഥമെന്ന് തോന്നുന്ന, നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ അഫർമേഷനുകൾ രൂപപ്പെടുത്തുക എന്നതാണ് പ്രധാനം. അവസാന ഘട്ടം, ആവർത്തനം, റിപ്പിറ്റീഷൻ. കാരണം നിങ്ങളുടെ മനസ്സിനെ മാറ്റുന്നത് ഒരു മസിൽ നിർമ്മിക്കുന്നത് പോലെയാണ്. നിങ്ങളത് ഒരു തവണ ചെയ്തിട്ട് ഒരു പരിവർത്തനം പ്രതീക്ഷിക്കരുത്. അത് നിങ്ങളുടെ രണ്ടാം സ്വഭാവമായി മാറുന്നതുവരെ നിങ്ങളതിനെ എല്ലാ ദിവസവും പരിശീലിപ്പിക്കണം. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വിശ്വാസങ്ങളെ സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെ സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളെ സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ ഫലങ്ങളെ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ ആകർഷണ നിയമം ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരേയൊരു കാര്യമാണ്, മറ്റെല്ലാത്തിനെയും രൂപപ്പെടുത്തുന്ന ഒന്നിനെ നിയന്ത്രിക്കുക, നിങ്ങളുടെ മനസ്സ്. ഭാഗം 2. വികാരം, ഇമോഷൻ, പ്രകടനത്തിന്റെ ഇന്ധനം. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അടുത്ത ഘട്ടം വികാരങ്ങളുടെ ശക്തിയെ പ്രയോജനപ്പെടുത്തുക എന്നതാണ്. മിക്ക ആളുകളും വിശ്വസിക്കുന്നത് അവർക്കാവശ്യമുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിലൂടെയാണ് ആകർഷണ നിയമം പ്രവർത്തിക്കുന്നത് എന്നാണ്. എന്നാൽ ചിന്ത മാത്രം മതിയാവില്ല. വികാരമാണ് ഇമോഷൻ പ്രകടനത്തിന്, മാനിഫെസ്റ്റേഷൻ പിന്നിലെ യഥാർത്ഥ പ്രേരകശക്തി. കാരണം ചിന്തകൾ ഒരു ബ്ലൂപ്രിന്റ് സൃഷ്ടിക്കുന്നു, എന്നാൽ വികാരങ്ങൾ അതിന് ശക്തി നൽകുന്നു. നിങ്ങൾ എന്തിനെക്കുറിച്ചെങ്കിലും ആഴത്തിൽ ആവേശഭരിതനായ ഒരു സമയത്തെക്കുറിച്ച് ചിന്തിക്കുക. ഒരുപക്ഷെ നിങ്ങൾ ഒരു വലിയ അവസരത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. നിങ്ങൾക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന് തോന്നി. ആ ഊർജം, ആ അനുഭവം, അതാണ് കാര്യങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അനിശ്ചിതത്വമോ സംശയമോ ഭയമോ തോന്നിയ ഒരു സമയത്തെക്കുറിച്ച് ചിന്തിക്കുക. എന്ത് സംഭവിച്ചു? നിങ്ങൾ നടപടിയെടുത്തോ അതോ മടിച്ചുനിന്നോ? നിങ്ങൾ കൂടുതൽ അവസരങ്ങളെ ആകർഷിച്ചോ അതോ കൂടുതൽ തടസ്സങ്ങൾ അനുഭവിച്ചോ? ഇങ്ങനെയാണ് ആകർഷണ നിയമം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളെ മാത്രമല്ല നിങ്ങൾ ആകർഷിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന വികാരങ്ങളെയാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. ഇവിടെയാണ് മിക്ക ആളുകളും കുടുങ്ങിപ്പോകുന്നത്. അവർക്ക് വിജയം വേണമെന്ന് അവർ പറയുന്നു, എന്നാൽ ഉള്ളിൻ്റെയുള്ളിൽ അവർക്ക് ഭയമാണ്. പരാജയപ്പെടുമോ എന്ന ഭയം, നിരസിക്കപ്പെടുമോ എന്ന ഭയം, അജ്ഞാതമായ ഭാവിയെക്കുറിച്ചുള്ള ഭയം. അവർക്ക് സമ്പത്ത് വേണമെന്നവർ പറയുന്നു, എന്നാൽ ഉള്ളിൻ്റെയുള്ളിൽ അവർക്കില്ലായ്മയാണ്, ലാക്ക് അനുഭവപ്പെടുന്നത്. അവർ തങ്ങളുടെ കടങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ആശങ്കകളെക്കുറിച്ചും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിങ്ങളുടെ വികാരങ്ങൾ ഒരു റേഡിയോ സ്റ്റേഷൻ പോലെ സിഗ്നലുകൾ അയക്കുന്നു. നിങ്ങൾ ഭയത്തിൻ്റെയും സമ്മർദ്ദത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ഫ്രീക്വൻസിയിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നതെങ്കിൽ അതാണ് നിങ്ങൾ ലോകത്തേക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഊർജം. ജീവിതം ആ ഊർജം നിങ്ങളിലേക്ക് തിരികെ പ്രതിഫലിപ്പിക്കും. എന്നാൽ നിങ്ങൾ ആത്മവിശ്വാസം, നന്ദി, ആവേശം എന്നിവയുടെ ഫ്രീക്വൻസിയിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ വൈബ്രേഷനുമായി പൊരുത്തപ്പെടുന്ന സാഹചര്യങ്ങളെ നിങ്ങൾ ആകർഷിക്കാൻ തുടങ്ങും. അപ്പോൾ ചോദ്യം ഇതാണ്, നിങ്ങൾ എല്ലാ ദിവസവും എന്താണ് പ്രക്ഷേപണം ചെയ്യുന്നത്? നിങ്ങൾ ആത്മവിശ്വാസമാണോ അതോ അരക്ഷിതാവസ്ഥയാണോ പ്രസരിപ്പിക്കുന്നത്?
നിങ്ങൾക്ക് ശാക്തീകരണം തോന്നുന്നുണ്ടോ അതോ ശക്തിയില്ലാത്തവനായി തോന്നുന്നുണ്ടോ? കാരണം ജീവിതം നിങ്ങൾ പറയുന്നതിനോടല്ല പ്രതികരിക്കുന്നത്, അത് നിങ്ങൾ അനുഭവിക്കുന്ന വികാരങ്ങളോടാണ് പ്രതികരിക്കുന്നത്. പ്രധാന കാര്യം ഇതാണ്: നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾക്ക് ആവശ്യാനുസരണം മാറ്റാൻ കഴിയും. മിക്ക ആളുകളും വിശ്വസിക്കുന്നത് വികാരങ്ങൾ തങ്ങൾക്കങ്ങ് സംഭവിക്കുന്നതാണെന്നാണ്. അവർ ചിന്തിക്കുന്നു, എന്റെ സാഹചര്യം കാരണം എനിക്ക് ഉത്കണ്ഠ തോന്നുന്നു, കാര്യങ്ങൾ ശരിയാകാത്തതുകൊണ്ട് എനിക്ക് നിരാശ തോന്നുന്നു. പക്ഷേ അത് സത്യമല്ല. നിങ്ങളുടെ സാഹചര്യങ്ങളല്ല നിങ്ങളുടെ വികാരങ്ങൾക്ക് കാരണം. നിങ്ങളുടെ ശ്രദ്ധയാണ് ഫോക്കസ് അതിന് കാരണം. നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് നിങ്ങളുടെ വികാരങ്ങളെ നിർണ്ണയിക്കുന്നു. നിങ്ങൾക്കില്ലാത്തതിനെക്കുറിച്ചാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇല്ലായ്മ അനുഭവപ്പെടും. എന്താണ് തെറ്റായിപ്പോയതെന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് നിരാശ തോന്നും. എന്നാൽ എന്താണ് സാധ്യമാകുന്നത്, നിങ്ങൾക്ക് എന്താണുള്ളത്, എന്താണ് നന്നായി നടക്കുന്നത് എന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറ്റിയാൽ നിങ്ങളുടെ വൈകാരിക നില തൽക്ഷണം മാറും. മിക്ക ആളുകളും തിരിച്ചറിയാത്തൊരു കാര്യമുണ്ട്: നല്ലതനുഭവിക്കാൻ, നല്ല എന്തെങ്കിലും സംഭവിക്കുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പോസിറ്റീവ് വികാരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ലതനുഭവിക്കാൻ കൂടുതൽ കാര്യങ്ങളെ നിങ്ങൾ ആകർഷിക്കാൻ തുടങ്ങും. ഇതുകൊണ്ടാണ് കൃതജ്ഞത, ഗ്രാറ്റിറ്റ്യൂഡ് ഏറ്റവും ശക്തമായ വൈകാരിക അവസ്ഥകളിൽ ഒന്നായിരിക്കുന്നത്. നിങ്ങൾക്ക് നന്ദി തോന്നുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം മാറുന്നു. നിങ്ങൾക്കില്ലാത്തതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത് നിങ്ങൾ നിർത്തുന്നു. പകരം നിങ്ങൾ എല്ലായിടത്തും സമൃദ്ധി, അബണ്ടൻസ് കാണാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സമൃദ്ധി അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ സമൃദ്ധിയെ ആകർഷിക്കുന്നു. എന്നാൽ നന്ദി ഒരു ഉപകരണം മാത്രമാണ്. മറ്റൊന്നാണ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ എന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം കാണുന്നത് മാത്രമല്ല, അത് ഇതിനകം യാഥാർത്ഥ്യമായതുപോലെ അത് അനുഭവിക്കുക, ഫീൽ എന്നതാണ്. നിങ്ങൾ കണ്ണുകളടച്ച് നിങ്ങളുടെ ലക്ഷ്യം മനസ്സിൽ കാണുമ്പോൾ അത് വെറുതെ കാണരുത്, അതിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അത് അനുഭവിച്ചറിയുക. നിങ്ങളുടെ ലക്ഷ്യം സാമ്പത്തിക സ്വാതന്ത്ര്യമാണെങ്കിൽ പണത്തെക്കുറിച്ച് ഇനിയൊരിക്കലും വിഷമിക്കേണ്ടതില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഉണരുന്നത് എങ്ങനെയുണ്ടാകുമെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ ലക്ഷ്യം ശക്തവും ആരോഗ്യകരവുമായ ശരീരമാണെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഊർജ്ജവും ആത്മവിശ്വാസവും ശക്തിയും സങ്കല്പിക്കുക. ഇവിടുത്തെ തന്ത്രം ഇതാണ്: നിങ്ങളുടെ തലച്ചോറിന് ഒരു യഥാർത്ഥ അനുഭവവും വ്യക്തമായി സങ്കല്പിച്ച അനുഭവവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾ മതിയായ വിശദാംശങ്ങളോടും വികാരത്തോടും കൂടി എന്തെങ്കിലും സങ്കല്പിച്ചാൽ നിങ്ങളുടെ മനസ്സ് അത് യഥാർത്ഥമാണെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ നിങ്ങളുടെ മനസ്സ് എന്തെങ്കിലും വിശ്വസിച്ചാൽ അത് യാഥാർത്ഥ്യമാക്കാൻ അത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഇതുകൊണ്ടാണ് മികച്ച കായിക താരങ്ങൾ മത്സരങ്ങൾക്ക് മുമ്പ് വിഷ്വലൈസേഷൻ ഉപയോഗിക്കുന്നത്. അവർ ശാരീരികമായി മാത്രമല്ല പരിശീലിക്കുന്നത്, മാനസികമായും പരിശീലിക്കുന്നു. അവർ വിജയിക്കുന്നതായി കാണുന്നു. അവർ ആ ആവേശം, അഡ്രിനാലിൻ, ആത്മവിശ്വാസം എന്നിവ അനുഭവിക്കുന്നു. അവരുടെ മനസ്സ് ഇതിനകം വിജയം അനുഭവിച്ചതുകൊണ്ട് അവരുടെ ശരീരം അത് പിന്തുടരുന്നു. നിങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയും. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനകം നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കുമെന്ന് അനുഭവിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുക. എന്നെങ്കിലും കിട്ടും എന്നല്ല, ഇപ്പോൾ ഉണ്ട് എന്ന്. കാരണം നിങ്ങൾക്ക് വിജയം അനുഭവപ്പെടാൻ തുടങ്ങുമ്പോൾ അവസരങ്ങൾ ഒത്തുചേരാൻ തുടങ്ങും. നിങ്ങൾക്ക് സമ്പന്നത അനുഭവപ്പെടാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ സമ്പത്തിലേക്ക് നയിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ആത്മവിശ്വാസം അനുഭവപ്പെടാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പെരുമാറും. ലോകം നിങ്ങളോട് അതിനനുസരിച്ച് പ്രതികരിക്കും. എന്നാൽ ഒരു പടി കൂടിയുണ്ട്: പ്രവൃത്തി, ആക്ഷൻ. ഇവിടെയാണ് മിക്ക ആളുകൾക്കും തെറ്റുപറ്റുന്നത്. അവർ ചിന്തിക്കുന്നു, ഞാൻ വിജയത്തെക്കുറിച്ച് ചിന്തിക്കുകയും വിജയം അനുഭവിക്കുകയും ചെയ്താൽ അത് എന്നിലേക്ക് വരും. പക്ഷേ അത് സമവാക്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളും ഒരേ ദിശയിലാകുമ്പോൾ അലൈൻമെന്റാണ് ആകർഷണ നിയമം പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് വെറുതെയിരുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ കാത്തിരിക്കാനാവില്ല. നിങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഭാവിയുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ വിജയിച്ച ഒരാളെടുക്കുന്നത് പോലുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാൻ തുടങ്ങുക. നിങ്ങൾക്ക് സമ്പന്നനാകണമെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ പണം വിവേകത്തോടെ കൈകാര്യം ചെയ്യാൻ ആരംഭിക്കുക. നിങ്ങൾക്ക് മികച്ച ആരോഗ്യം വേണമെങ്കിൽ പ്രചോദനത്തിനായി കാത്തിരിക്കരുത്, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തെ ചലിപ്പിക്കുക. കാരണം ചിന്തയെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന അവസാനത്തെ ഘടകമാണ് പ്രവൃത്തി. ശരിയായ മാനസികാവസ്ഥ, ശരിയായ വികാരങ്ങൾ, ശരിയായ പ്രവൃത്തികൾ എന്നിവ നിങ്ങൾ സംയോജിപ്പിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങൾ ആകർഷിക്കാൻ തുടങ്ങും. ഭാഗം 3: വിശ്വാസം, ഫെയ്ത്ത്. കാണാത്തതിനെ വിശ്വസിക്കൽ. നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവൃത്തികളെയും നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി നിങ്ങൾ ഒരേ ദിശയിലാക്കി കഴിഞ്ഞാൽ അടുത്ത ഘട്ടം വിശ്വാസമാണ്, ഫെയ്ത്ത്. നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അതും നിങ്ങൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന സ്ഥലവും തമ്മിലുള്ള പാലമാണ് വിശ്വാസം. ഫലങ്ങൾ ഇതുവരെ ദൃശ്യമായിട്ടില്ലെങ്കിലും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന അദൃശ്യമായ ശക്തിയാണത്. ഇവിടെയാണ് മിക്ക ആളുകൾക്കും അവരുടെ ആവേശം നഷ്ടപ്പെടുന്നത്. അവർ ശക്തമായി തുടങ്ങുന്നു, അവർ പോസിറ്റീവായി ചിന്തിക്കുന്നു, അവർക്ക് പ്രചോദനം തോന്നുന്നു, അവർ പ്രവർത്തിക്കുന്നു. എന്നാൽ അവർ പ്രതീക്ഷിച്ചത്ര വേഗത്തിൽ കാര്യങ്ങൾ സംഭവിക്കാതെ വരുമ്പോൾ അവർ സംശയിക്കാൻ തുടങ്ങുന്നു. ആകർഷണ നിയമം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അവർ അത്ഭുതപ്പെടുന്നു. തങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. ആ സംശയം, ആ ഭയം, അതവരെ പിന്നോട്ട് വലിക്കുന്നു.
പ്രപഞ്ചം സമയക്രമത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഉടനടി ഫലങ്ങൾ കാണുന്നില്ല എന്നതിനർത്ഥം ഒന്നും സംഭവിക്കുന്നില്ല എന്നല്ല. ഒരു വിത്ത് നടുന്നത് സങ്കൽപ്പിക്കുക. നിങ്ങൾ അതിന് വെള്ളമൊഴിക്കുന്നു, പരിപാലിക്കുന്നു, സൂര്യപ്രകാശം നൽകുന്നു. എന്നാൽ കുറച്ചുകാലത്തേക്ക് ഭൂമിക്ക് മുകളിലൊന്നും സംഭവിക്കുന്നില്ല. നിങ്ങളൊന്നും കാണുന്നില്ല. അതിനർത്ഥം ആ വിത്ത് വളരുന്നില്ല എന്നാണോ? ഒരിക്കലുമല്ല. അതിനർത്ഥം വേരുകൾ രൂപപ്പെടുന്നു, അടിസ്ഥാനം നിർമ്മിക്കപ്പെടുന്നു, പ്രക്രിയ മണ്ണിനടിയിൽ നടക്കുന്നു എന്നാണ്. ഉടൻ ഫലം കാണാത്തതുകൊണ്ട് നിങ്ങളത് നനയ്ക്കുന്നത് നിർത്തിയാൽ മുളയ്ക്കാൻ തയ്യാറായിരുന്ന ആ ചെടിയെ നിങ്ങൾ കൊല്ലുകയാണ്. ഇങ്ങനെയാണ് വിശ്വാസം പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യം യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് നിങ്ങൾ അതിൽ വിശ്വസിക്കണം. തെളിവുകൾ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആ പ്രക്രിയയെ വിശ്വസിക്കണം. കാരണം ഒരിക്കൽ നിങ്ങൾ സംശയിക്കാൻ തുടങ്ങിയാൽ, ഒരിക്കൽ നിങ്ങൾ ഫലമില്ലായ്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ സ്വന്തം മുന്നേറ്റത്തെ നിങ്ങൾ മന്ദഗതിയിലാക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇളകാത്ത വിശ്വാസം വളർത്തിയെടുക്കാൻ കഴിയുക? ഒന്നും സംഭവിക്കുന്നില്ലെന്ന് തോന്നുമ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തിൽ എങ്ങനെ ഉറച്ചു നിൽക്കാൻ കഴിയും? ആദ്യപടി, നിങ്ങളുടെ ലക്ഷ്യം ഇതിനകം പൂർത്തിയായി എന്ന് മുൻകൂട്ടി തീരുമാനിക്കുക. അത് സംഭവിക്കുമോ എന്നല്ല, ഒരുപക്ഷേ ഒരു ദിവസം എന്നുമല്ല, മറിച്ച് അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് തീരുമാനിക്കുക. വിജയം അനിവാര്യമാണെന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ എല്ലാം മാറും. നിങ്ങൾ മടിച്ചു നിൽക്കുന്നത് നിർത്തും. നിങ്ങൾ സംശയിക്കുന്നത് നിർത്തും. നിങ്ങൾ മറ്റു വഴികൾ, ബാക്കപ്പ് പ്ലാൻസ് തേടുന്നത് നിർത്തും. നിങ്ങൾ ഉറപ്പോടെ മുന്നോട്ടു പോകും. നിങ്ങൾ ധീരമായ നടപടികൾ കൈക്കൊള്ളും. ഓരോ ചെറിയ ചുവടും നിങ്ങളെ കൃത്യമായി എത്തിച്ചേരേണ്ടിടത്ത് എത്തിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കും. രണ്ടാമത്തെ പടി, എങ്ങനെ, ദ ഹൗ സംഭവിക്കും എന്നതിലുള്ള അമിതമായ ആശ്രയം ഉപേക്ഷിക്കാൻ പഠിക്കുക. ആകർഷണ നിയമത്തിൽ ആളുകൾ വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റുകളിലൊന്നാണ് കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കണം എന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. എപ്പോൾ, എവിടെ, ആരുവഴി അത് സംഭവിക്കണം എന്ന് അവർ കൃത്യമായി തീരുമാനിക്കുന്നു. പക്ഷേ അത് നിങ്ങളുടെ ജോലിയല്ല. നിങ്ങളുടെ ജോലി എന്താണ് വേണ്ടതെന്നും എന്തിനാണ് അത് വേണ്ടതെന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. എങ്ങനെ എന്നത് നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയാത്ത വഴികളിലൂടെ വെളിപ്പെടും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രധാന വിജയങ്ങളെക്കുറിച്ചും ചിന്തിക്കുക. നിങ്ങൾ സങ്കൽപ്പിച്ചതുപോലെ കൃത്യമായിട്ടാണോ അത് സംഭവിച്ചത്? അതോ അപ്രതീക്ഷിതമായ ഒരു അവസരത്തിലൂടെയോ ആകസ്മികമായ ഒരു കൂടിക്കാഴ്ചയിലൂടെയോ നിങ്ങൾ ഒരിക്കലും പരിഗണിക്കാത്ത ഒരു പാതയിലൂടെയോ ആണോ അത് വന്നത്? നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളിലേക്കെത്തിക്കാൻ പ്രപഞ്ചത്തിന് അനന്തമായ വഴികളുണ്ട്. നിങ്ങളൊരൊറ്റ വഴിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അതിലും മികച്ചൊരു പാത നിങ്ങൾക്ക് നഷ്ടമായേക്കാം. അതുകൊണ്ട് എല്ലാ വിശദാംശങ്ങളും നിയന്ത്രിക്കാനുള്ള ആഗ്രഹം ഉപേക്ഷിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രചോദിതമായി പ്രവർത്തിക്കുക. ഇൻസ്പയർഡ് ആക്ഷൻ. ജീവിതം നിങ്ങൾക്ക് ഇതുവരെ കാണാൻ കഴിയാത്ത വഴികളിലൂടെ കാര്യങ്ങൾ ക്രമീകരിക്കുമെന്ന് വിശ്വസിച്ച് മുന്നോട്ടു പോവുക. മൂന്നാമത്തെ പടി, അത് ലഭിച്ചു കഴിഞ്ഞ ആളെപ്പോലെ പ്രവർത്തിക്കുക. ആക്ട് ആസ് ഇഫ്. എന്തെങ്കിലും ഇതിനകം നിങ്ങളുടേതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ വ്യത്യസ്തമായി പ്രവർത്തിക്കും. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ പെരുമാറും. നിങ്ങൾ ഉറപ്പോടെ തീരുമാനങ്ങളെടുക്കും. ആ ഊർജ്ജവും ആ വിശ്വാസവും യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്താൻ തുടങ്ങും. നിങ്ങളുടെ വിജയം ഉറപ്പാണെന്ന് നിങ്ങൾക്ക് സംശയമില്ലാതെ അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ പെരുമാറുമായിരുന്നു? നിങ്ങൾ മടിക്കുമോ? നിങ്ങൾ നീട്ടിവെക്കുമോ? നിങ്ങൾ സ്വയം സംശയിക്കുമോ? ഒരിക്കലുമില്ല. നിങ്ങൾ ലക്ഷ്യബോധത്തോടെ നീങ്ങും. നിങ്ങൾ സ്വയം വിശ്വസിക്കും. നിങ്ങൾ സൃഷ്ടിക്കുന്ന ഭാവിയുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കും. നിങ്ങൾ ഇത് സ്ഥിരമായി ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാഹ്യ യാഥാർത്ഥ്യം നിങ്ങളുടെ ആന്തരിക ഉറപ്പുമായി പൊരുത്തപ്പെടാൻ നിർബന്ധിതരാകും. കാരണം ആകർഷണ നിയമം നിങ്ങൾക്ക് എന്തു വേണം എന്നതിനെക്കുറിച്ച് മാത്രമല്ല, നിങ്ങൾ ആരായിത്തീരുന്നു എന്നതിനെക്കുറിച്ചാണ്. ഇനി വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ തടസ്സത്തെക്കുറിച്ച് സംസാരിക്കാം. ഭയം, ഫിയർ. തങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് ആളുകളെ തടയുന്നത് ഭയമാണ്. മടി, സംശയം, സ്വയം തകർക്കൽ, സെൽഫ് സാബോട്ടേജ് എന്നിവയ്ക്ക് കാരണം ഭയമാണ്. ഭയം എപ്പോഴും അനിശ്ചിതത്വവുമായി അൺസർട്ടനിറ്റി ബന്ധപ്പെട്ടിരിക്കുന്നു. പരാജയ ഭയം, തിരസ്കരണ ഭയം, അജ്ഞാതമായ ഭയം. പക്ഷെ സത്യമിതാണ്, അനിശ്ചിതത്വം ഈ പ്രക്രിയയുടെ ഭാഗമാണ്. നിങ്ങൾക്ക് ഒരിക്കലും എല്ലാ ഉത്തരങ്ങളും ലഭിക്കില്ല. നിങ്ങൾക്ക് ഒരിക്കലും മുഴുവൻ പാതയും കാണാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് അടുത്ത ഘട്ടത്തെ വിശ്വസിക്കുക, തുടർന്ന് അതിനടുത്ത ഘട്ടത്തെ, അതിനുശേഷം അടുത്തതിനെയും. കാരണം വിശ്വാസമെന്നത് കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്ന് കൃത്യമായി അറിയുന്നതല്ല. വിശ്വാസമെന്നാൽ വ്യക്തതയില്ലെങ്കിലും മുന്നോട്ടു പോകുക എന്നതാണ്. നിങ്ങൾ ഇത് കൂടുതൽ ചെയ്യുന്തോറും നിങ്ങൾ കൂടുതൽ തെളിവുകൾ ശേഖരിക്കും. കാര്യങ്ങൾ എങ്ങനെ ഒത്തുവരുന്നുവെന്ന് നിങ്ങൾ കാണാൻ തുടങ്ങും. യാദൃശ്ചികമെന്ന് പറയാൻ കഴിയാത്തത്ര കൃത്യമായ ചെറിയ സംഭവങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. അപ്പോഴാണ് വിശ്വാസം ഉറപ്പായി സെർട്ടൻറ്റി മാറുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ ആ തീരുമാനമെടുക്കുക. നിങ്ങളുടെ ലക്ഷ്യം ഇതിനകം പൂർത്തിയായി എന്ന് തീരുമാനിക്കുക. അത് എങ്ങനെ സംഭവിക്കുമെന്ന് നിയന്ത്രിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുക. വിജയം അനിവാര്യമായതുപോലെ പ്രവർത്തിക്കുക. ഭയം തലപൊക്കുമ്പോൾ എന്തു വില കൊടുത്തും മുന്നോട്ടു പോവുക. കാരണം ഒരിക്കൽ നിങ്ങൾ വിശ്വാസത്തിൽ പ്രാവീണ്യം നേടിയാൽ ആകർഷണ നിയമം ഒരു സിദ്ധാന്തമല്ലാതായി മാറും. അത് നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയായി മാറും എല്ലാ ദിവസവും. ഭാഗം 4. യോജിപ്പ്, അലൈൻമെന്റ്. നിങ്ങളുടെ സ്വത്വത്തെ നവീകരിക്കൽ. വിശ്വാസം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആകർഷണ നിയമം ഉപയോഗിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താനുള്ള അടുത്ത ഘട്ടം
യോജിപ്പ് അഥവാ അലൈൻമെന്റ് ആണ്. അലൈൻമെന്റ് എന്നാൽ നിങ്ങളിലുള്ള എല്ലാം, നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, പ്രവൃത്തികൾ, ശീലങ്ങൾ എല്ലാം നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ അതേ ദിശയിൽ നീങ്ങുന്നു എന്നാണ്. മിക്ക ആളുകളും പരാജയപ്പെടുന്നത് അവർക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായി അവർക്ക് യോജിപ്പില്ലാത്തതുകൊണ്ടാണ്. അവർക്ക് സമ്പത്ത് വേണമെന്ന് അവർ പറയുന്നു, എന്നാൽ അവരുടെ ശീലങ്ങൾ ഇല്ലായ്മയെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അവർക്ക് വിജയം വേണമെന്ന് അവർ പറയുന്നു, എന്നാൽ അവർ കാര്യങ്ങൾ നീട്ടിവെക്കുന്നു, പ്രൊക്രാസ്റ്റിനേറ്റ്. അവർക്ക് ആത്മവിശ്വാസം വേണമെന്ന് അവർ പറയുന്നു, എന്നാൽ അവർ ഇപ്പോഴും സ്വയം സംശയങ്ങളെ വിശ്വസിക്കുന്നു. പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകളോടല്ല പ്രതികരിക്കുന്നത്, അത് നിങ്ങളുടെ നിലനിൽപ്പിന്റെ അവസ്ഥയോടാണ്, സ്റ്റേറ്റ് ഓഫ് ബീയിങ്, പ്രതികരിക്കുന്നത്. എനിക്ക് സമ്പന്നനാകണം എന്ന് നിങ്ങൾ പറയുകയും എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്കിപ്പോഴും ദാരിദ്ര്യം അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇല്ലായ്മയെ ആകർഷിക്കും. എനിക്ക് സ്നേഹം വേണം എന്ന് നിങ്ങൾ പറയുകയും എന്നാൽ നിങ്ങൾ അതിന് അർഹനല്ലെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ തള്ളിമാറ്റും. അപ്പോൾ ചോദ്യമിതാണ്, നിങ്ങളുടെ ലക്ഷ്യവുമായി നിങ്ങൾ യഥാർത്ഥത്തിൽ യോജിപ്പിലാണോ? കാരണം ഒരിക്കൽ നിങ്ങളുടെ ആന്തരിക അവസ്ഥയെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യവുമായി പൊരുത്തപ്പെടുത്തിയാൽ ബാഹ്യലോകത്തിന് അത് നിങ്ങളിലേക്ക് തിരികെ പ്രതിഫലിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. അലൈൻമെന്റിലേക്കുള്ള ആദ്യപടി സെൽഫ് ഇമേജ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എങ്ങനെ കാണുന്നുവോ അതിന് വിപരീതമായതൊന്നും നിങ്ങൾ ഒരിക്കലും ആകർഷിക്കുകയില്ല. നിങ്ങൾ സ്വയം പോരാടുന്ന ഒരാളായി കാണുകയാണെങ്കിൽ നിങ്ങൾ പോരാട്ടം തുടരും. നിങ്ങൾ സ്വയം വിജയിച്ച ഒരാളായി കാണുകയാണെങ്കിൽ വാതിലുകൾ തുറക്കാൻ തുടങ്ങും. ഇതുകൊണ്ടാണ് നിങ്ങളുടെ സെൽഫ് ഇമേജ് മാറ്റുന്നത് നിർണായകമാകുന്നത്. ആ ഫലങ്ങൾ വരുന്നതിന് മുമ്പുതന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫലങ്ങളുള്ള ആ വ്യക്തിയായി നിങ്ങൾ മാറണം. ഇതിനർത്ഥം നിങ്ങളുടെ ഐഡന്റിറ്റി അപ്ഗ്രേഡ് ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ ഐഡന്റിറ്റി എന്നാൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പുലർത്തുന്ന വിശ്വാസങ്ങളുടെ കൂട്ടമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾ എന്തിന് അർഹനാണ്, ജീവിതത്തിൽ നിന്ന് നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതൊക്കെ അത് നിർണ്ണയിക്കുന്നു. സത്യമിതാണ്, നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ ഐഡന്റിറ്റിക്ക് അനുസൃതമായി പ്രവർത്തിക്കും. നിങ്ങൾ അച്ചടക്കമുള്ള ഒരാളാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ പ്രവർത്തിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടില്ല, അത് സ്വാഭാവികമായി സംഭവിക്കും. വിജയിക്കുന്ന ഒരാളാണ് നിങ്ങളെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഒഴികഴിവുകൾക്ക് പകരം നിങ്ങൾ സ്വാഭാവികമായും പരിഹാരങ്ങൾ തേടും. ആരോഗ്യമുള്ള ഒരാളാണ് നിങ്ങളെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് അനായാസമാകും. അപ്പോൾ പ്രധാന ചോദ്യം ഇതാണ്, നിങ്ങൾ ആരാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളത് മാറ്റണം. പ്രതീക്ഷിച്ചുകൊണ്ടല്ല, കാത്തിരുന്നുകൊണ്ടല്ല, മറിച്ച് നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെപ്പോലെ പ്രവർത്തിച്ചുകൊണ്ട്. കാരണം നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ ഐഡന്റിറ്റിയെ ശക്തിപ്പെടുത്തുന്നു. നിങ്ങൾ എല്ലാ ദിവസവും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ആത്മവിശ്വാസമുള്ളയാളാണെന്ന് നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കാൻ തുടങ്ങും. നിങ്ങൾ എല്ലാ ദിവസവും അച്ചടക്കത്തോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ അച്ചടക്കമുള്ളയാളാണെന്ന് നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കാൻ തുടങ്ങും. ഒരിക്കൽ നിങ്ങളുടെ മനസ്സ് അത് വിശ്വസിച്ചാൽ യാഥാർത്ഥ്യം മാറാൻ തുടങ്ങും. അലൈൻമെന്റിലേക്കുള്ള രണ്ടാമത്തെ പടി ശീലങ്ങൾ, ഹാബിറ്റ്സ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ദൈനംദിന ശീലങ്ങളുടെ പ്രതിഫലനമാണ്. ഇടയ്ക്കിടെ ചെയ്യുന്ന കാര്യങ്ങളല്ല, നിങ്ങൾക്ക് പ്രചോദനം തോന്നുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളല്ല, മറിച്ച് നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രധാനം. ഇവിടെയാണ് മിക്കവർക്കും തെറ്റുന്നത്. അവർ വലിയ ലക്ഷ്യങ്ങൾ വയ്ക്കുന്നു, എന്നാൽ അവരുടെ ശീലങ്ങൾ അതിനോട് പൊരുത്തപ്പെടുന്നില്ല. അവർക്ക് സമ്പന്നരാകണം, പക്ഷേ അവർക്ക് മോശം സാമ്പത്തിക ശീലങ്ങളാണുള്ളത്. അവർക്ക് വിജയിക്കണം, പക്ഷേ അവർ സമയം പാഴാക്കുന്നു. അവർക്ക് മികച്ച ആരോഗ്യം വേണം, പക്ഷേ അവർ ഒഴികഴിവുകൾ പറയുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആകർഷിക്കുന്നില്ല, നിങ്ങൾ ശീലമാക്കിയ കാര്യങ്ങളാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. അതുകൊണ്ട് പരിഹാരം ലളിതമാണ്. നിങ്ങളുടെ ശീലങ്ങളെ നിങ്ങളുടെ ലക്ഷ്യവുമായി യോജിപ്പിക്കുക. നിങ്ങൾക്ക് സമ്പന്നനാകണമെങ്കിൽ സാമ്പത്തികമായി വിജയിച്ച ആളുകളുടെ ശീലങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾക്ക് ആരോഗ്യം വേണമെങ്കിൽ ആരോഗ്യവാന്മാരായ ആളുകളുടെ ശീലങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾക്ക് ആത്മവിശ്വാസം വേണമെങ്കിൽ ആത്മവിശ്വാസമുള്ള ആളുകളുടെ ശീലങ്ങൾ പരിശീലിക്കുക. കാരണം ഒരിക്കൽ നിങ്ങളുടെ ദൈനംദിന പ്രവൃത്തികൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെട്ടാൽ വിജയം അനിവാര്യമാണ്. അലൈൻമെന്റിലേക്കുള്ള മൂന്നാമത്തെ പടി ചുറ്റുപാട്, എൻവയറൺമെന്റ്. നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങൾ തിരിച്ചറിയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ സ്വാധീനിക്കുന്നു. നിങ്ങൾ നിരന്തരം നെഗറ്റീവ് ആളുകൾക്ക് ചുറ്റുമാണെങ്കിൽ പോസിറ്റീവായി തുടരാൻ പ്രയാസമാണ്. നിങ്ങളുടെ ചുറ്റുപാടിൽ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങൾ, ഡിസ്ട്രാക്ഷൻസ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസമാണ്. നിങ്ങൾക്ക് ചുറ്റും ഒഴികഴിവുകൾ പറയുന്നവരാണെങ്കിൽ അച്ചടക്കത്തോടെ തുടരാൻ പ്രയാസമാണ്. വിജയത്തിനായി നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങൾ രൂപകൽപ്പന ചെയ്യണം. ഇതിനർത്ഥം നിങ്ങളെ ഉയർത്തുന്ന ആളുകളുമായി സഹവസിക്കുക, നിങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ നീക്കം ചെയ്യുക, നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി യോജിച്ച് നിൽക്കാൻ സഹായിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. കാരണം നിങ്ങളുടെ ചുറ്റുപാടുകൾ ഒന്നുകിൽ നിങ്ങളെ മുന്നോട്ട് തള്ളും, അല്ലെങ്കിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കും. നിങ്ങൾ ആകർഷണ നിയമം ഉപയോഗിക്കുന്നതിൽ ഗൗരവമുള്ളയാളാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം നിങ്ങളുടെ വളർച്ചയെ പിന്തുണയ്ക്കുന്നുവെന്ന് ഉറപ്പാക്കണം. അലൈൻമെന്റിലേക്കുള്ള അവസാന ഘട്ടം പ്രതിരോധം ഉപേക്ഷിക്കുക, ലെറ്റിംഗ് ഗോ ഓഫ് റെസിസ്റ്റൻസ്. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ തടയുന്ന ഒരേയൊരു കാര്യം നിങ്ങളുടെ പ്രതിരോധമാണ്. ആ പിരിമുറുക്കം, ആ സംശയം, ആ അമിതചിന്ത, ഓവർ തിങ്കിങ്.
എന്തെങ്കിലും സംഭവിക്കണമെന്ന് നിങ്ങൾക്ക് എത്രത്തോളം അത്യാവശ്യമായി തോന്നുന്നുവോ അത്രയധികം നിങ്ങൾ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. സമ്മർദ്ദം ഒഴുക്കിനെ തടയുന്നു. നിങ്ങൾ സുഗമമായ ഒരു അവസ്ഥയിലായിരിക്കുമ്പോഴാണ് ആകർഷണ നിയമം ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനകം തന്നെ വഴിയിലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, നിർബന്ധിക്കുന്നതിന് പകരം വിജയം സംഭവിക്കാൻ നിങ്ങൾ അനുവദിക്കുമ്പോൾ. ഇതിനർത്ഥം നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിർത്തണം എന്നല്ല. ഇതിനർത്ഥം നിങ്ങൾ പ്രചോദിതമായ പ്രവൃത്തി, ഇൻസ്പയർഡ് ആക്ഷൻ ചെയ്യണം എന്നാണ്. ഭയത്തിൽ നിന്നോ നിരാശയിൽ നിന്നോ ഉള്ള പ്രവൃത്തിയല്ല, മറിച്ച് ഉറപ്പിൽ, സെർട്ടൻറ്റി നിന്നുള്ള പ്രവൃത്തി. നിങ്ങളിത് ചെയ്യുമ്പോൾ എല്ലാം മാറും. അവസരങ്ങൾ അനായാസം വരുന്നു. ആശയങ്ങൾ സ്വാഭാവികമായി ഒഴുകുന്നു. നിങ്ങൾ ശരിയായ സമയത്ത് ശരിയായ ആളുകളെ കണ്ടുമുട്ടാൻ തുടങ്ങുന്നു. ഒരു കാലത്ത് ബുദ്ധിമുട്ടെന്ന് തോന്നിയിരുന്നത് ഇപ്പോൾ അനിവാര്യമായി തോന്നുന്നു. കാരണം നിങ്ങൾ മനസ്സും ശരീരവും ആത്മാവും പൂർണ്ണമായി യോജിപ്പിലാകുമ്പോൾ വിജയം നിങ്ങൾ പിന്തുടരേണ്ട ഒന്നല്ലാതായി മാറുന്നു. അത് നിങ്ങൾ ആകർഷിക്കുന്ന ഒന്നായി മാറുന്നു. ഭാഗം 5. സ്ഥിരോത്സാഹം, പെർസിസ്റ്റൻസ്. അവസാനത്തെ താക്കോൽ. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ ആകർഷണ നിയമം ഉപയോഗിക്കുന്നതിനുള്ള അവസാനത്തെ താക്കോൽ സ്ഥിരോത്സാഹം, പെർസിസ്റ്റൻസ് ആണ്. കാരണം നിങ്ങളുടെ ചിന്തകൾ വ്യക്തമാകുമ്പോഴും വികാരങ്ങൾ ശക്തമാകുമ്പോഴും പ്രവൃത്തികൾ യോജിപ്പിലാകുമ്പോഴും നിങ്ങളുടെ വിശ്വാസം അചഞ്ചലമാകുമ്പോഴും തടസ്സങ്ങൾ ഇനിയുമുണ്ടാകും. ഇവിടെയാണ് മിക്ക ആളുകളും പിന്മാറുന്നത്. അവർ ആവേശത്തോടെ തുടങ്ങുന്നു. അവർ വിഷ്വലൈസ് ചെയ്യുന്നു, അഫർമേഷനുകൾ പറയുന്നു, പ്രവർത്തിക്കുന്നു. എന്നാൽ കാര്യങ്ങൾ വേണ്ടത്ര വേഗത്തിൽ സംഭവിക്കാതെ വരുമ്പോൾ അവർക്ക് ആവേശം നഷ്ടപ്പെടുന്നു. അവർ സംശയിക്കാൻ തുടങ്ങുന്നു. അവർ കുറുക്കുവഴികൾ തേടാൻ തുടങ്ങുന്നു. ഒടുവിൽ അവർ നിർത്തുന്നു. എന്നാൽ ആകർഷണ നിയമം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നവർക്കറിയാം, വിജയവും പരാജയവും തമ്മിൽ വേർതിരിക്കുന്നത് സ്ഥിരോത്സാഹമാണ്. ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക: നിങ്ങളെടുക്കുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നിങ്ങളുടെ ലക്ഷ്യവുമായി പൊരുത്തപ്പെടുത്തുന്ന ഓരോ തവണയും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് ഊർജം പകരുകയാണ്. ഇതൊരു ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുന്നത് പോലെയാണ്. പക്ഷെ നിങ്ങൾ വളരെ നേരത്തെ നിർത്തിയാൽ എന്ത് സംഭവിക്കും? ആ ബക്കറ്റ് ഒരിക്കലും നിറയില്ല. ആ മുന്നേറ്റം, ബ്രേക്ക് ത്രൂ ഒരിക്കലും സംഭവിക്കില്ല. തൊട്ടടുത്ത് എത്തിയിരുന്ന വിജയം വഴുതിപ്പോകുന്നു. തുടർന്നുകൊണ്ടിരിക്കുന്നവർക്കാണ് പ്രപഞ്ചം പ്രതിഫലം നൽകുന്നത്. സത്യം ഇതാണ്: മിക്ക ആളുകളും കാര്യങ്ങൾ മാറിമറിയുന്നതിന് തൊട്ടുമുമ്പാണ് പിന്മാറുന്നത്. വിത്ത് മുളയ്ക്കുന്നതിന് തൊട്ടുമുമ്പ് അവർ അത് നനയ്ക്കുന്നത് നിർത്തുന്നു. ഫിനിഷിംഗ് ലൈനിന് തൊട്ടുമുമ്പ് അവർ പാതയിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്നു. ഏറ്റവും സങ്കടകരമായ കാര്യം, അവർ വിജയത്തോട് എത്ര അടുത്തായിരുന്നുവെന്ന് അവർ ഒരിക്കലും തിരിച്ചറിയുന്നില്ല എന്നതാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: നിങ്ങൾ ആഗ്രഹിക്കുന്നത്ര വേഗത്തിൽ കാര്യങ്ങൾ സംഭവിക്കാതെ വരുമ്പോഴും നിങ്ങൾ എങ്ങനെ മുന്നോട്ടു പോകും? ആദ്യപടി, നിങ്ങളുടെ മാനസികാവസ്ഥ ഫലത്തെ കേന്ദ്രീകരിച്ചുള്ളതിൽ ഔട്ട്കം ഫോക്കസ്ഡ് നിന്ന് പ്രക്രിയയെ കേന്ദ്രീകരിച്ചുള്ളതിലേക്ക് പ്രോസസ് ഫോക്കസ്ഡ് മാറ്റുക. മിക്ക ആളുകളും തങ്ങളുടെ സന്തോഷത്തെ ഫലവുമായി ബന്ധിപ്പിക്കുന്നു. അവർ ചിന്തിക്കുന്നു, ലക്ഷ്യത്തിലെത്തുമ്പോൾ ഞാൻ സന്തോഷിക്കും, എനിക്ക് ആഗ്രഹിച്ച ഫലം ലഭിക്കുമ്പോൾ എനിക്ക് വിജയം അനുഭവപ്പെടും. എന്നാൽ ഈ മാനസികാവസ്ഥ നിരാശയുണ്ടാക്കുന്നു. കാരണം പുരോഗതി മന്ദഗതിയിലാകുമ്പോൾ അവർ നിരുത്സാഹപ്പെടുന്നു. കാര്യങ്ങൾ ആസൂത്രണം ചെയ്തതുപോലെ നടക്കാതെ വരുമ്പോൾ തങ്ങൾ പരാജയപ്പെടുകയാണെന്ന് അവർക്ക് തോന്നുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ വിജയിക്കുന്നവർ അവർ പ്രക്രിയയുമായി പ്രണയത്തിലാകുന്നു. തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തങ്ങളെ അടുപ്പിക്കുന്ന ദൈനംദിന പ്രവൃത്തികളിൽ അവർ സന്തോഷം കണ്ടെത്തുന്നു. അവർ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുന്നു. എത്ര സമയമെടുത്താലും തങ്ങളാകേണ്ട വ്യക്തിയായി മാറുന്നതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിങ്ങളിത് ചെയ്യുമ്പോൾ ചിലത് മാറും. നിങ്ങളുടെ നിരാശയുടെ ഭാവം മാറും. എപ്പോൾ സംഭവിക്കുമെന്നോർത്ത് നിങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നത് നിർത്തും. പകരം നിങ്ങളെടുക്കുന്ന ഓരോ ചുവടും നിങ്ങളെ കൃത്യമായി എത്തിച്ചേരേണ്ടിടത്ത് എത്തിക്കുമെന്ന ആഴത്തിലുള്ള വിശ്വാസം നിങ്ങൾ വളർത്തിയെടുക്കും. സ്ഥിരോത്സാഹത്തിനുള്ള രണ്ടാമത്തെ പടി, തടസ്സങ്ങളെ പുനർനിർവചിക്കാൻ റീഫ്രെയിം പഠിക്കുക. മിക്ക ആളുകളും വെല്ലുവിളികളെ കാണുന്നത് നിർത്താനുള്ള അടയാളങ്ങളായാണ്. അവർ ചിന്തിക്കുന്നു, കാര്യങ്ങൾ നടക്കേണ്ടതായിരുന്നെങ്കിൽ അത് എളുപ്പമാകുമായിരുന്നു. പക്ഷേ അത് സത്യമല്ല. തടസ്സങ്ങൾ നിങ്ങളെ തടയുകയല്ല, അവ നിങ്ങളെ രൂപപ്പെടുത്തുകയാണ്. ഷേപ്പിംഗ് യു. ഓരോ വെല്ലുവിളിയും, ഓരോ കാലതാമസവും, ഓരോ പോരാട്ടത്തിന്റെ നിമിഷവും നിങ്ങളുടെ വളർച്ചയുടെ ഭാഗമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിനായി അത് നിങ്ങളെ ഒരുക്കുകയാണ്. കാരണം നിങ്ങൾ തയ്യാറാകാത്തതൊന്നും പ്രപഞ്ചം നിങ്ങൾക്ക് നൽകില്ല. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ഇന്ന് ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് കൈമാറിയാൽ അത് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? അത് നിലനിർത്താൻ ആവശ്യമായ അച്ചടക്കം, മാനസികാവസ്ഥ, കഴിവുകൾ എന്നിവ നിങ്ങൾക്കുണ്ടാകുമോ? ഇതുകൊണ്ടാണ് സ്ഥിരോത്സാഹം പ്രധാനമാകുന്നത്. കാരണം ഓരോ തിരിച്ചടിയും യഥാർത്ഥത്തിൽ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പാണ്, സെറ്റപ്പ്. സ്ഥിരോത്സാഹത്തിനുള്ള മൂന്നാമത്തെ പടി, പ്രതിരോധശേഷി, റെസിലിയൻസ് വളർത്തിയെടുക്കുക. എന്ത് സംഭവിച്ചാലും മുന്നോട്ടു പോകാനുള്ള കഴിവാണ് പ്രതിരോധശേഷി. പരാജയത്തിൽ നിന്ന് കരകയറാനും വെല്ലുവിളികളുമായി പൊരുത്തപ്പെടാനും ബുദ്ധിമുട്ട് തോന്നുമ്പോഴും പ്രവർത്തിക്കാനുമുള്ള കഴിവ്. സത്യമിതാണ്: അസ്വസ്ഥതകളിലൂടെയാണ് ഡിസ്കംഫോർട്ട് പ്രതിരോധശേഷി നിർമ്മിക്കപ്പെടുന്നത്. ഓരോ തവണയും നിങ്ങൾ പ്രതിരോധത്തെ മറികടക്കുമ്പോൾ, ഓരോ തവണയും നിങ്ങൾ പിന്മാറാൻ വിസമ്മതിക്കുമ്പോൾ, ഓരോ തവണയും നിങ്ങൾ കീഴടങ്ങുന്നതിനു പകരം മുന്നോട്ടു പോകാൻ തിരഞ്ഞെടുക്കുമ്പോൾ
എന്തിനേയും നേരിടാനുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങൾ ശക്തിപ്പെടുത്തുകയാണ്. നിങ്ങൾ കൂടുതൽ പ്രതിരോധശേഷിയുള്ളവരാകുമ്പോൾ നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. സ്ഥിരോത്സാഹത്തിനുള്ള 4ാമത്തെ പടി, ദൈവികമായ സമയക്രമത്തിൽ ഡിവൈൻ ടൈമിംഗ് വിശ്വസിക്കുക. എല്ലാത്തിനും കൃത്യമായ ഒരു സമയമുണ്ട്. എന്തെങ്കിലും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നതിനർത്ഥം അത് സംഭവിക്കുന്നില്ല എന്നല്ല. കാലതാമസം ഒരു തിരസ്കരണമല്ല, അത് തയ്യാറെടുപ്പാണ്. നിങ്ങൾ കാണാത്ത അണിയറയിൽ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നുണ്ട്, വാതിലുകൾ തുറക്കപ്പെടുന്നുണ്ട്, അവസരങ്ങൾ ഒരുങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് അവ ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല എന്നതിനർത്ഥം അവ അവിടെ ഇല്ല എന്നല്ല. അതുകൊണ്ട് സംശയിക്കുന്നതിനു പകരം, ചോദ്യം ചെയ്യുന്നതിനു പകരം, അക്ഷമപ്പെടുന്നതിനു പകരം വിശ്വസിക്കുക. ശരിയായ ആളുകളും ശരിയായ സാഹചര്യങ്ങളും ശരിയായ അവസരങ്ങളും ഏറ്റവും അനുയോജ്യമായ നിമിഷത്തിലെത്തുമെന്ന് വിശ്വസിക്കുക. അതിനിടയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ശീലങ്ങളും നിങ്ങളുടെ ലക്ഷ്യവുമായി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഉടനടി ഫലങ്ങൾ കാണുന്നില്ലെങ്കിലും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. കാരണം സ്ഥിരോത്സാഹമുള്ളവർ എപ്പോഴും തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുന്നു. നിങ്ങൾ പിന്മാറാൻ വിസമ്മതിക്കുമ്പോൾ, വിജയം വിട്ടുവീഴ്ചയില്ലാത്തതാണെന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ, ആകർഷണ നിയമം നിങ്ങൾ സങ്കൽപ്പിക്കാത്ത വിധത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കും.